ഫ്ലാറ്റുകളിൽ ചെടികൾ വളർത്താൻ സ്ഥലമില്ല എന്ന് പറയുന്നവർക്കായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇവിടെയും ഒത്തിരി സ്ഥലമൊന്നും ഉണ്ടായിട്ടല്ല, ഉള്ള സ്ഥലത്ത് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എവിടെ കുറച്ച് സ്ഥലമുള്ളത് അവിടെ നമുക്ക് ചെടികളെ നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. ഇവിടെ സ്റ്റാൻഡ് അടിച്ചിട്ടാണ് മിക്ക ചെടികളും വെച്ചിട്ടുള്ളത്. താഴെ വളരെ കുറച്ച് ചെടികൾ മാത്രമേ വെച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം സ്റ്റാൻഡ് അടിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതേപോലെ ലൈറ്റും ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ലൈറ്റ് ഇല്ലെങ്കിൽ, വെളിച്ചമില്ലെങ്കിൽ ചെടികൾ ഒരിക്കലും വളർന്നു വരില്ല, മുരടിച്ച് നിൽക്കും. അപ്പോൾ ആദ്യം ഒരു സ്റ്റെപ്പ് സ്റ്റാൻഡ് അടിച്ചിട്ട് വെച്ചിട്ട് രണ്ടാമത് വെച്ചിട്ടുള്ളത് ഫിഷ് ടാങ്കിൻ്റെ മുകളിലാണ്. പിന്നെ അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ടി വിക്ക് മുകളിലായിട്ട് ഇതേപോലെ ഒരു സ്റ്റാൻഡ് അടിച്ചിട്ട് അതിൻ്റെ മുകളിലും ചെടികൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനും ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സ്പൈഡർ പ്ലാന്റ് ആണിത്. ഇതിൻ്റെ 2 ടൈപ്പ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതൊരെണ്ണം ഇച്ചിരി നീളത്തിൽ നല്ല വീതിക്കുള്ള ഇലയാണ്, പിന്നെ ഒരെണ്ണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയ ഇലയാണ്. അങ്ങനെ 2 ടൈപ്പ് വരുന്നുണ്ട്. ഇതൊരു ചേമ്പില പോലത്തെയാണ്, നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്, നല്ല തിക്കായിട്ട് തന്നെ വരുന്നത്. അത് മുകളിൽ വെച്ചിട്ട് താഴെ എല്ലാം വെച്ചിട്ടുള്ള മണി പ്ലാന്റ്സ് ആണ് വെച്ചിട്ടുള്ളത്. എല്ലാത്തിനും ലൈറ്റ് അത്യാവശ്യമാണ്. ലൈറ്റ് ഇല്ലെങ്കിൽ ചെടികളൊന്നും ഒരിക്കലും വളർന്നു വരില്ല, എല്ലാം മുരടിച്ച് നിൽക്കും. ആദ്യം ഞങ്ങൾ ചുമരിലാണ് ലൈറ്റ് എല്ലാം ഫിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ചുമരിലാവുമ്പോൾ സ്ട്രെയിറ്റ് വെളിച്ചം കിട്ടുന്നില്ല, അതുകൊണ്ട് ചെടികൾക്ക് അത്ര വളർച്ച ഇല്ലായിരുന്നു. പിന്നീടാണ് ഹസ്ബൻഡ് ഈ ഒരു രീതിയിൽ ചെയ്തപ്പോഴാണ് ചെടികൾക്കെല്ലാം നല്ല വെളിച്ചം കിട്ടുന്നത് കൊണ്ട് നല്ല വളർച്ചയുണ്ട് ചെടികൾക്ക്. അപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു ലൈറ്റ് ഒന്ന് ഫിറ്റ് ചെയ്യണ രീതി ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ ചേമ്പിലെല്ലാം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ചേമ്പില പോലെ ചെറിയ ചെറിയ ഇലകളാണ്, നല്ല ഗ്ലൈസിങ്ങുമാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അതിനൊരെണ്ണം ഞാൻ ടേബിളിൻ്റെ അതിലേക്ക് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഒരു ചെടിച്ചട്ടിയിൽ നിന്ന് തന്നെ എത്രത്തോണ്ട് അത് തിക്കായിട്ട് വരും എന്നുള്ളത് കാണിച്ചു തരാനായിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലേക്ക്, ചെടിച്ചട്ടീൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ അധികം നിൽക്കില്ല, എല്ലാം ഇങ്ങോട്ട് താഴോട്ട് ഇങ്ങനെ തൂങ്ങി ഹാങ് ചെയ്തിട്ടൊക്കെ എടുക്കുള്ളൂ. നല്ല കണ്ടോ, നല്ല തിക്കായിട്ടാണ് വന്നിട്ടുള്ളത്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ആകെ 4-5 കഷ്ണങ്ങളാണ് ഇതിൽ കുഴിച്ചിടുക. അതിങ്ങോട്ട് തൂങ്ങി വരുമ്പോൾ ഒരുപാട് ഇണച്ചം വന്നിട്ട് നല്ല തിക്കായിട്ട് വരും. നല്ല ഗ്ലൈസിങ് ഉള്ള ഇലയാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ കമ്പുകൾക്കൊക്കെ ഭയങ്കര കരുത്താണ്, നല്ല ബലമുള്ള കമ്പുകളാണ്, അങ്ങനെ പൊട്ടി പോകുന്നില്ല. ഇത് കണ്ടില്ലേ, നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല അങ്ങനെ ഒടിച്ചെടുത്തിട്ട് ഇതിനെ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ വേരെല്ലാം പിടിപ്പിക്കുന്നത്. ഇതിൽ അതേപോലെ ഇലയെല്ലാം ഉണങ്ങി വരുന്നുണ്ട്, ഇടയ്ക്കെല്ലാം ഇതിൻ്റെ ഇലയൊക്കെ ഉണങ്ങും. ഇതിൻ്റെ ഇല ഉണങ്ങിക്കഴിഞ്ഞാലൊന്നും ഞാൻ പറിച്ചിട്ട് കൊടുക്കാറില്ല, അത് അതിൽ തന്നെ നിൽക്കും, എത്ര വേണമെങ്കിലും അതിൽ നിൽക്കും, പെട്ടെന്നൊന്നും ഇത് കൊഴിഞ്ഞു പോകില്ല. ഒരുപാട് നാൾ ഈ ഉണങ്ങിയാൽ ഇതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ നിൽക്കാറുണ്ട്. അതും കാണാനൊരു ഭംഗിയാണ്, അതുകൊണ്ട് തന്നെ ഞാനത് പൊട്ടിച്ചിടാറില്ല. അപ്പം നല്ല തിക്കായിട്ട് വളർന്നിരിക്കുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റാൻഡ് അടിച്ചിട്ടുള്ളത് ഫ്രണ്ടിലെ ഡോറിൻ്റെ അടുത്തായിട്ടാണ് ഒരു സ്റ്റാൻഡ് അടിച്ചിട്ടുള്ളത്. അതിൽ വെച്ചിട്ടുള്ളത് ആ ചേമ്പില പോലത്തെ ചെറിയ ഇല ഉള്ളത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ചെറിയ ചെടിച്ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായിട്ട് ഞങ്ങൾ ലൈറ്റൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. അവിടെ സാധാ ബൾബുണ്ട്, അതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഉള്ളത് കൊണ്ട് നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു സ്റ്റാൻഡ് അടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ചു തന്ന ചെടികളുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലെ ചുമരിലാണ് അടിച്ചിട്ടുള്ളത്. അവിടെ അടിച്ചിട്ട് നിറയെ ചെടികളെല്ലാം വെച്ചിട്ടുണ്ട്. പീസ് ലില്ലി വെച്ചിട്ടുണ്ട്, ചേമ്പില പോലത്തെ വെച്ചിട്ടുണ്ട്, മണി പ്ലാന്റ് എല്ലാം വെച്ചിട്ടുണ്ട്. പീസ് ലില്ലിയിൽ ആദ്യം പൂവെല്ലാം ഉണ്ടായിരുന്നു, ഇപ്പോൾ പൂവൊന്നും ഉണ്ടാവണില്ല. എങ്കിലും അതിൻ്റെ ഇലയെല്ലാം കാണാനും ചെടിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതിന് വളം ചെയ്ത് കഴിഞ്ഞാൽ പൂവുണ്ടാവും എന്ന് പറയുന്നു. ഞാൻ വളമൊന്നും കൊടുക്കാറില്ല, അതുകൊണ്ട് തന്നെ ഇല നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഒരു സ്റ്റാൻഡ് അടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വിൻഡോൻ്റെ അടുത്താണ്, ഹാളിലെ വിൻഡോ സൈഡിലായിട്ട് ഒരു സ്റ്റാൻഡ് അടിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ചെടിച്ചട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, വെളിയിൽ നിന്നുള്ള വെളിച്ചം തന്നെ ധാരാളമാണ്. അവിടെ നിറയെ കുഞ്ഞു കുഞ്ഞു ചെടികളെല്ലാം വെച്ചിട്ടുണ്ട്. അവിടെ പനിക്കൂർക്ക വെച്ചിട്ടുണ്ട്, അതേപോലെ മണി പ്ലാന്റ്സ് ഉണ്ട്. നേരത്തെ കണ്ട സ്പൈഡർ പ്ലാന്റിൻ്റെ വേറൊരു ടൈപ്പ് വെച്ചിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെ വേറെ 2 ചെറിയ ചെറിയ സ്റ്റാൻഡുകളും കൂടി അടിച്ചു കൊടുത്തിട്ട് അതിലും ഇതേപോലെ ചെറിയ ചെറിയ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. സ്പൈഡർ പ്ലാന്റിൻ്റെ തന്നെ വേറൊരു ടൈപ്പാണ്, അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. നല്ല ഭംഗിയാണ്, ചെറിയൊരു യെല്ലോ കളറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പാണ്, നല്ല ഭംഗിയുള്ള ചെടിയാണ്. അതേപോലെ ഇതും അതേപോലെ തന്നെ, ഇത് ഇവിടുന്ന് മേടിച്ചതാണ്. പനിക്കൂർക്ക
അത് ആദ്യം നല്ലപോലെ ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം പോയി തുടങ്ങിയിരിക്കുന്നു. ഇനി ഇതിനെ മുറിച്ചിട്ട് വേര് പിടിപ്പിച്ചിട്ട് വേറെ ചെടിച്ചട്ടിയിൽ വെക്കണം. ഈ ചെടിയൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചതാണത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു ഇലയാണത്. ആദ്യം നല്ല തിക്കായിട്ടുണ്ടായിരുന്നു. ഇതും അതേപോലെ തന്നെ ഈ ബാമ്പൂൻ്റെ ഒക്കെ ഒരു ടൈപ്പാണ്. ഇത് ഇവിടുന്ന് വാങ്ങിച്ചതാണ്. ആ ചെടി ഇവിടുന്ന് വാങ്ങിച്ചതാണ്. ആദ്യം വലിയ ചെടിയായിരുന്നു. പിന്നെ അത് ഞാൻ മുറിച്ചിട്ട് വേറെ ഒരെണ്ണത്തിലേക്ക് കുഴിച്ചിട്ടതാണ്. ആദ്യം ഉണ്ടായിരുന്നത് പിന്നെ ആ തണ്ടിയിൽ വേറെ ഇണച്ചം വന്നിട്ട് അതൊക്കെ ചീഞ്ഞു പോയി. ഇതാണ് ഞാൻ പറഞ്ഞ സ്പൈഡർ പ്ലാന്റിൻ്റെ വേറൊരു ടൈപ്പ്. നല്ല സോഫ്റ്റ് ഇലയാണ്, അതേപോലെ ചെറിയ ഇലയും കൂടിയാണ്. അപ്പോൾ അതെല്ലാം കൂടി ഇവിടെ ചെറിയ ടൈപ്പെല്ലാം ഈ ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. ഇതും അതേപോലെ വേറൊരു ടൈപ്പ് ചെടിയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലയൊക്കെ കാണാനായിട്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ലൈറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ താഴെ വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് നല്ല ഭംഗിയുള്ള ചെടികളാണത്. അതിൻ്റെ ഇലയൊക്കെ കാണാൻ നല്ല റെഡ് കളറായി വരും. ഇപ്പോൾ ഉള്ളിലിരിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല. നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അത്യാവശ്യം നല്ല റെഡ് കളറായിരുന്നു. ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ കുറഞ്ഞിരിക്കുന്നു. അതിൻ്റെ തന്നെയാണ് ഇതും. വേറൊരു തൈ കുഴിച്ചിട്ടതാണ്. അതേപോലെ ഇത് നല്ല ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഡോട്ടുള്ളതാണ്. അത് അത്യാവശ്യം വളർന്നു വന്നിട്ടുണ്ട്. ഇത് ഇവിടുന്ന് മേടിച്ച ചെടിയാണ്. അതേപോലെ ഇതും ഇവിടുന്ന് മേടിച്ച ചെടിയാണ്. ഇത് ചെറിയൊരു തൈ. ഇവിടെ ചെടിക്കെല്ലാം ഭയങ്കര വിലയാണ്. അപ്പോൾ ഏറ്റവും ചെറിയ തൈ നോക്കിയിട്ട് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വളർത്തിയെടുക്കുന്നതാണല്ല. അടുത്ത ചെടി വെച്ചിട്ടുള്ളത് കിച്ചണിലാണ് കേട്ടോ. കിച്ചണിൽ ഗ്ലാസ് എല്ലാം വെക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗ്യാപ്പിൽ കുറച്ച് സ്ഥലം കണ്ടപ്പോൾ അവിടെ ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് അങ്ങനെ കുറച്ച് ചെടികൾ വെച്ച് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത് ജ്യൂസിൻ്റെ ഒക്കെ ബോട്ടിൽ ഞാൻ കഴുകിയെടുത്തിട്ട് അതിലാണ് വെള്ളം നിറച്ച് അങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബെഡ്റൂമിലേക്ക് പോകുന്ന സൈഡിലായിട്ട് അധികം വീതിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ചെറിയ വീതിയിലുള്ള സ്റ്റാൻഡാണ് അടിച്ചിട്ടുള്ളത്. ചെറിയ ചെടിച്ചട്ടികൾ വെക്കണ വിധത്തിൽ. ഇത് കണ്ടോ, ചെറിയ വീതിക്കുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ ചെറിയ ചെടിച്ചട്ടികൾ വെക്കണ വിധത്തിൽ അങ്ങനെ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അതേപോലെ ഒന്ന് ഞാനും ചെയ്ത് നോക്കിയതാണ്. ഇങ്ങനെ ചെടികളെല്ലാം ഗ്ലാസ് ജാറിലിട്ടിട്ട് അടച്ച് വെക്കണ, എന്തോ ഇതിനൊരു പേരുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുള്ള ഒരു ഇതിൽ ഞാനും ചെയ്ത് നോക്കിയതാണ്. ഒട്ടും മണ്ണ് വേണ്ട, അതേപോലെ നനയ്ക്കും വേണ്ട. പൊടിക്കല്ലാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലാണ് ഇതിനെ പിടിപ്പിച്ചിട്ടുള്ളത്. വേര് വന്ന ചെടികളെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് വേര് വെള്ളത്തിലിട്ടിട്ട് വേര് വരും. വേര് വന്നതിന് ശേഷം ഈ കല്ലിലോട്ട് അതിനെ കുഴിച്ചിട്ടേക്കും. ആദ്യത്തെ ഒരു ദിവസം ഞാൻ കുറച്ചൊന്ന് നനച്ചു കൊടുത്തു. പിന്നീട് നനച്ചിട്ടേ ഇല്ല. ഇപ്പോൾ ഇതൊരു വർഷത്തിലും മുകളിലായി. ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ വളർന്നിട്ട് മുകളിലോട്ടൊക്കെ വന്നു തുടങ്ങി. എത്രത്തോണ്ട് ഇരിക്കണോ അത്രയും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയാണ് ഇതിനെ കാണാനായിട്ട്. ഒട്ടും നനയ്ക്കാറില്ല. അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് നേരത്തെ കാണിച്ചു തന്ന ചേമ്പിലല്ലേ, ചെറിയ ചേമ്പില അങ്ങനെ തിക്കായിട്ട് തൂങ്ങി കിടക്കണം. അതിൻ്റെ വേറൊരു വെറൈറ്റിയാണിത്. നല്ല ഭംഗിയാണ് ഇതിനെ കാണാനായിട്ട്. നല്ല ഡാർക്ക് ഗ്രീനുമാണ്, നല്ല ഗ്ലൈസിങ്ങുമാണ്. ഇതങ്ങനെ തൂങ്ങി കിടക്കൊന്നുമില്ല. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് പോവുക. നാട്ടിലൊക്കെ പല വീട്ടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊരു കമ്പൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് കയറ്റി വിടുന്നത്. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണത്. ഈ സ്പൈഡർ പ്ലാന്റിനെ ചെറിയ തൈകളെ പിടിപ്പിക്കുന്നത് ഇതേപോലെയാണ്. ഈ പ്ലാന്റിന് അത്യാവശ്യം ഒരു മൂപ്പെത്തുമ്പോൾ അതേപോലെ ഒരു കമ്പ് വരും. ആ കമ്പിൽ ചെറിയ വൈറ്റ് കളറിലുള്ള പൂക്കളുണ്ടാവും. അതേപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് ചെറിയ ചെറിയ ഇതേപോലെ പ്ലാന്റ്സുകൾ വരും. ഇനി അതിന് അത്യാവശ്യം ഒരു വലുപ്പം, ഇതേ വലുപ്പമൊക്കെ വന്നതിന് ശേഷം മാത്രം കട്ട് ചെയ്തിട്ട് മാറ്റാവുള്ളൂ. അതിൽ മുന്നേ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വെള്ളത്തിലൊക്കെ ഇടുമ്പോൾ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഓരോന്നിന് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. ഇത് അത്യാവശ്യം നല്ല വലുപ്പം വെച്ചിട്ടുണ്ട്. ഇതേ വലുപ്പമൊക്കെ ആകുമ്പോൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും ചീഞ്ഞു പോവില്ല. ഇത് കംപ്ലീറ്റ് ഇതിന് വേര് വരും വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ. എൻ്റെ അടുത്ത് ഇതിൻ്റെ വേറൊരു കളറും കൂടി ഉണ്ടായിരുന്നു. അത് ചീഞ്ഞു പോയതാണ്. അതൊരു പ്ലെയിൻ ആയിട്ടുള്ളതായിരുന്നു, ഡാർക്ക് ഗ്രീന്. ഇനി ഇത് വളരെ കുറച്ച് വെള്ളം എടുക്കണം. വളരെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതേപോലെ വെക്കണം. ഇതിൻ്റെ അടിവശം മാത്രം ഒന്ന് വെള്ളത്തിൽ ടച്ച് ചെയ്യണ വിധത്തിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ ഇതായി കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോവും. ഇതിപ്പോൾ വെച്ചിട്ടുണ്ട്. ഇത്രയും വെള്ളം പാടുള്ളൂ. അടിവശം മാത്രം ടച്ച് ചെയ്യണ വിധത്തിൽ മാത്രമേ വെള്ളം പാടുള്ളൂ.
അതും കുറച്ച് ലൈറ്റുള്ള ഭാഗത്ത് നോക്കിയിട്ട് വേണം വെക്കാനായിട്ട്, എങ്കിൽ പെട്ടെന്ന് വേര് വരും. 2 ആഴ്ച എടുത്തിട്ട് അതിന് വേര് വരാനായിട്ട്. അന്ന് ഞാൻ കട്ട് ചെയ്തിട്ടില്ല ആ ചെടിയാണത്. 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എല്ലാത്തിനും വേര് വന്നിട്ടുണ്ട്. ഇനി മണ്ണിലേക്ക് നട്ടു കൊടുത്താൽ മതി. ഈ ചേമ്പില പോലത്തെ ചെടിക്കും ഇതേപോലെ തണ്ടൊടിച്ചെടുക്കുക ചെയ്യുന്നത്. തണ്ടൊടിച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് ഇതേപോലെ വേര് വന്നതിൻ്റെ ശേഷം എടുത്തിട്ട് മണ്ണിലേക്ക് നടാം. ഒരു 2 ആഴ്ചയൊക്കെ പിടിക്കും ഇതേപോലെ വേര് വരാനായിട്ട്. ഒരു 4 കമ്പ് 5 കമ്പൊക്കെ ഒരു ചെടിച്ചട്ടിയിൽ വെച്ച് കൊടുത്താൽ തന്നെ നല്ല തിക്കായിട്ട് വരും വളർന്നു വരുമ്പോൾ. ഈ ചേമ്പില പോലത്തെ ചെടിയാണ് എൻ്റെ അടുത്ത് കൂടുതലുള്ളതും. ഇതേപോലെയൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് വേര് വരും. വേര് വന്നതിൻ്റെ ശേഷം എടുത്തിട്ട് ഓരോ ചെടിച്ചട്ടിയിലേക്ക് മാറ്റും. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് ഞാൻ നാട്ടിൽ ലീവിന് പോയിട്ടുണ്ടായിരുന്നു. പോയി ഒരു 40 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോഴത്തേന് കംപ്ലീറ്റ് ഇതിൻ്റെ വേരെല്ലാം വന്നിട്ട് റൗണ്ടായിട്ട് ഇരിക്കുകയാണ്. ഇനി ഇതെല്ലാം വേർതിരിച്ചിട്ട് വേണം ഇനി ചെടിച്ചട്ടിയിലേക്ക് നട്ട് കൊടുക്കാനായിട്ട്. ചെടികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വളമൊന്നും കൊടുക്കുന്നില്ല. അന്ന് കാണിച്ച ആ വളം തന്നെയാണ് കൊടുക്കുന്നത്. മണി പ്ലാന്റിന് കൊടുത്ത വളം തന്നെയാണ്. മുട്ടത്തോടും കട്ടൻ ചായയുടെ ചായപ്പൊടി എടുത്തുങ്ങായിട്ട് അത് ഉണക്കി പൊടിച്ചതും. ഈ ചേമ്പില പോലത്തെ ഈ ചെടീനെ ഞാനിതേപോലെ വെള്ളത്തിലിട്ട് വെച്ചുങ്ങായിട്ട് നല്ല രീതിക്ക് തന്നെ ഇത് പിടിച്ച് വന്നിട്ടുണ്ട്. ഇത് മണ്ണിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും നന്നായി പിടിച്ച് വരും. മണ്ണിലൊക്കെ ആകുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ വരും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോൾ ഫ്ലാറ്റിലൊന്നും സ്ഥലമില്ല എന്നും പറഞ്ഞിട്ട് അതേപോലെ ചെടിച്ചട്ടിയൊന്നും ഇല്ലയെന്ന്. ചെടിച്ചട്ടി ഇല്ലെങ്കിൽ നമുക്ക് ജ്യൂസിൻ്റെ ബോട്ടിലൊക്കെ മേടിക്കുമ്പോൾ അതൊക്കെ കഴുകിയെടുത്തിട്ട് ഞാൻ കിച്ചണിൽ വെച്ച പോലെ തന്നെ നിൽക്കും വെക്കാവുന്നതാണ്. മണി പ്ലാന്റ്സ് ഒക്കെ അതിൽ നല്ല രീതിക്ക് തന്നെ പിടിച്ച് വരും. അതേപോലെ സ്റ്റാൻഡ് അടിക്കാനൊന്നും സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും ഒരു ഫ്ലാറ്റിൽ നമുക്ക് എന്തായാലും ചുമരുണ്ടാവുമല്ലോ. ആ ചുമരിൽ തന്നെ ഒരു 2 സ്റ്റാൻഡ് അടിച്ചാൽ തന്നെ അത്യാവശ്യം നമുക്ക് ചെടികളെ വെക്കാൻ പറ്റും. എത്രത്തോണ്ട് നമ്മൾ നമ്മളെ ചെടികളോട് അടുക്കുന്നോ അങ്ങനെ ഇരിക്കും നമ്മളുടെ ചെടികളുടെ വളർച്ച എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എൻ്റെ ചെടികളോട് അത്രയ്ക്കധികം അടുത്തിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ചെടികൾ നല്ല രീതിക്ക് തന്നെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ആയിരിക്കും. ഹസ്ബൻഡ് അടുത്ത് ചോദിച്ചിട്ട് ഞാൻ അതേ രീതിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം.